ഓ ഫലസ്തീൻ, നിന്റെ വിരിമാറിലൂടെ എത്ര പ്രവാചകന്മാർ പദസഞ്ചാരം നടത്തി. നിന്റെ പുണ്യമണ്ണിലല്ലേ ഞങ്ങളുടെ ഹബീബിന്റെ പദപങ്കജം പതിഞ്ഞത്. നിന്റെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞല്ലേ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാഥനായ റബ്ബിനു മുമ്പിൽ സാഷ്ടാംഗ സമർപ്പണം നടത്തിയത്. എന്നിട്ടും നിന്റെ കണ്ണുനീർമഴ തോരാതെ പെയ്യുന്നല്ലോ. എത്രയെത്ര പിഞ്ചുമക്കളാണ് ജീവിക്കുന്നതിന് മുമ്പ് ജൂത പരിശകൾ മയ്യിത്താക്കി മാറ്റിയത്. എത്ര മക്കളാണ് ഒരു നേരത്തെ പശിയടക്കാൻ കഴിയാതെ കേവല അസ്ഥികൂടങ്ങളായി മാറിയത്. സയനിസ്റ്റ് ക്രൂര കൗടില്യങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധം തീർത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എത്ര നിസ്സഹായരായ പാവം മനുഷ്യർ. ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും നിഷേധിക്കപ്പെട്ട എത്ര മക്കൾക്കാണ് ഉമ്മയും ഉപ്പയുമില്ലാത്ത ലോകം കാണേണ്ടി വന്നത്. കൊന്നിട്ടും കൊതിതീരാത്ത ഇസ്രായേലി രക്തരാക്ഷസ കഴുകന്മാരുടെ അക്രമങ്ങൾക്ക് മുന്നിലും പതറാത്ത ഈമാനികാഭിനിവേശം കൊണ്ട് ഞങ്ങളെ അമ്പരപ്പിച്ചു കളഞ്ഞുവല്ലോ നിന്റെ മക്കൾ. നിന്റെ സഹോദരന്റെ ദുഃഖം സ്വന്തം ദുഃഖമായി തീരുന്നതുവരെ നീ പൂർണ്ണ വിശ്വാസിയാകുന്നില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന നാളിൽ ഞങ്ങൾ പുളിക്കൽ താഴം അൻസാറുൽ ഇസ്ലാം മദ്രസയിലെ മക്കൾ നിന്നോട് ഐക്യപ്പെടുന്നു. ഓ ഫലസ്തീൻ, നീ ഒറ്റക്കല്ല. കരുണ വറ്റിയ ലോകമേ, കണ്ണു തുറക്കൂ. ഈ ക്രൂരത കണ്ട് മൗനിഭാവകളായി തീരാൻ നിങ്ങൾക്കെങ്ങനെ കഴിയുന്നു? നീതി പുലരുന്ന ദിവസം വരും തീർച്ച. ഫലസ്തീനിന്റെ പുഞ്ചിരി കാണാതെ ഈ ലോകം അവസാനിക്കില്ല, കട്ടായം.